എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അര ഗ്ലാസ് ഉഴുന്നുകൊണ്ട് 5 ലിറ്ററിന് മുകളിൽ ഇഡലി മാവ് അരച്ചെടുക്കുക എന്നതാണ്. സാധാരണ ഇഡലി ഉണ്ടാക്കാൻ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ചേർത്തരച്ചാൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ഇഡലി ആയാലും ദോശയായാലും ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ. വീഡിയോയിൽ കുറച്ച് ടിപ്സ് കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ മാവ് അരച്ചെടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് ഉഴുന്ന് ഉപയോഗിച്ച് സോഫ്റ്റ് ഇഡലി ആയാലും ദോശയായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഡലി ഉണ്ടാക്കാനായിട്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ചില്ലിന്റെ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പച്ചരിയാണ് വേണ്ടത്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി എടുക്കാം. എന്നുവെച്ചാല് പച്ചരി ഒട്ടലുണ്ടാവും, അത് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ പച്ചരി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം. പച്ചരി ഒരു 4 വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അരി അങ്ങോട്ട് മാറ്റി വെക്കാം. 3 ഗ്ലാസ് പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അര ഗ്ലാസ് മാത്രമാണ് ഉഴുന്ന് എടുക്കുന്നത്. അതും നല്ല ക്വാളിറ്റിയിലുള്ള ഉഴുന്ന് വേണം എടുക്കാൻ, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് എടുക്കരുത്. അപ്പൊ അര ഗ്ലാസ് ഉഴുന്ന് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്നും നല്ല ഫസ്റ്റ് പച്ചരിയൊക്കെ എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണയായിട്ട് 3 ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ 1.5 ഗ്ലാസ് ഉഴുന്നാണല്ലോ എടുക്കാറ്. എന്നാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഉഴുന്നിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഡ്ഡലിക്ക് നല്ലൊരു സ്വാദും അതുപോലെ തന്നെ നല്ല മയം കിട്ടും. 2 വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വരാം. കൂടുതൽ വെള്ളത്തിൽ കഴുകി എടുക്കരുത്, കാരണം ഉഴുന്നിലുള്ള ആ സ്റ്റാർച്ച് നഷ്ടപ്പെടും. അപ്പൊ ഞാൻ ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഉഴുന്ന് ഞാൻ 2 വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാനായിട്ട് കുറച്ചധികം തന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം. കാരണം നമ്മൾ ഈ ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളത്തിലാണ് അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത്. അരിയും ഉഴുന്നും ഒരു 7 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കാം. സാധാരണ നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, അപ്പൊ അരി പുറത്താണ് വെക്കാറ്. എന്നാൽ ഈ അരിയും ഉഴുന്നും ഫ്രിഡ്ജിലോട്ടേക്കാണ് വെക്കുന്നത്. അപ്പൊ 7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ട് ചേരുവ കൂടി ചേർക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട്. അപ്പൊ ഇനി അരക്കുന്ന ടൈമിന് കാണാം. അരിയും ഉഴുന്നും കുതിർത്തി വെച്ചിട്ട് ഇവിടെ 7 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നിന് നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഉഴുന്നിലെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഉഴുന്ന് അരച്ചെടുക്കാം. അരക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം മാത്രമേ ഉഴുന്നിൽ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഉഴുന്നിന്റെ മുകളിൽ കാണുന്ന ഇതൊക്കെ ഒന്ന് താഴോട്ടാക്കണം സ്പൂൺ കൊണ്ട്. ഇതിലേക്ക് 2 സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലായി പോവരുത്. ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വരാം. ഉഴുന്നിത അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഉഴുന്ന് നല്ല പോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ ഉഴുന്ന് അരക്കുന്ന സമയത്ത് ഒട്ടും ജാറ് ചൂടാവുകയും ചെയ്യില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചെടുത്ത ഉഴുന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അരി അരച്ചെടുക്കാം. അരി ഞാൻ മുഴുവനായിട്ടും ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്റേത് വലിയ ജാറായത് കൊണ്ടാണ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 2 ബാച്ചായിട്ട് അരച്ചെടുക്കണം. അപ്പൊ അരിയിലെ വെള്ളം മുഴുവൻ ഊറ്റിയെടുത്ത ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അരി മുഴുവനായിട്ടും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിയിലേക്ക് ഒരു സീക്രട്ട് ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് വേവിച്ച് വെച്ച ചോറ് അല്ലെങ്കിൽ അവല് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിത് രണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ അതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊരിയാണ്. നമ്മൾ അളവിനെടുത്തിട്ടുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിന് അര ഗ്ലാസ് ആണ് പൊരി എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ പൊരി ഇല്ലെങ്കിൽ അര ഗ്ലാസ് ചോറോ അല്ലെങ്കിൽ അവലോ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊരി ചേർത്തിട്ട് ഇഡലി ഉണ്ടാക്കുന്ന വേറൊരു വീഡിയോ ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. പൊരി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഇഡലിക്ക് നല്ല സ്വാദും അതുപോലെ തന്നെ നല്ല തൂവെള്ള നിറവും കിട്ടും.
ഇനി ഇതിലേക്ക് ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് അരി അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിയണ്ട, ചെറിയൊരു തരിയോടെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉഴുന്ന് നല്ല പേസ്റ്റ് പോലെ അരിയും വേണം, എന്നാൽ അരി അത്ര അങ്ങോട്ട് അരിയണ്ട. ഇനി അരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരി ഇതാ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു തരി തരിയായിട്ട് കാണാം. ഉഴുന്നിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരി ഉഴുന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ തവി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണല്ലോ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാറ്. അപ്പൊ ഞാനിത് രണ്ടുമല്ല, എല്ലാവരുടെ വീട്ടിലും ഉള്ള ചപ്പാത്തി കോല് ഉണ്ടാവുമല്ലോ, അപ്പൊ ചപ്പാത്തി കോല് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മരത്തിന്റെ തവി ഉണ്ടെങ്കിൽ അതുകൊണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരാൻ സഹായിക്കും. അതുപോലെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു 5 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് ഭാഗത്താണോ മിക്സ് ചെയ്ത് വരുന്നത് ആ ഒരു വശത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. രണ്ട് ഭാഗവും മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഉപ്പ് കൂടി ചേർത്ത ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചപ്പാത്തി കോല് കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എയർ ബബിൾസ് വരും. അപ്പൊ ഫെർമെന്റേഷൻ നന്നായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഞാനിതൊരു ഏകദേശം ഒരു 5 മിനിറ്റോളം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം ഒരു 7-8 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും. നമുക്കിപ്പോ ഇവിടെ നല്ല മഴയാണല്ലോ, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പൊ ഏകദേശം ഒരു 8-10 മണിക്കൂർ കൊണ്ടാണ് നന്നായിട്ട് പൊങ്ങി കിട്ടുക. അപ്പൊ ഞാനിത് വിറക് കത്തിക്കുന്ന അടുപ്പിന്റെ സൈഡിലാണ് വെക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. നമുക്കിനി നാളെ രാവിലെ നോക്കാം. ഇഡലിക്ക് അരി അരച്ചു വെച്ചിട്ട് ഇവിടെ ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 ലിറ്ററോളം തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഈ 1/2 ഗ്ലാസ് ഉഴുന്ന് കൊണ്ട് മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, മാവ് സോപ്പ് പത പോലെയാണ് പൊങ്ങിയിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കണ്ട, കാരണം നമ്മൾ ഇതിന് ആദ്യമേ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും വെളിച്ചെണ്ണ തടവി കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണക്ക് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ പുരട്ടി കൊടുത്താലും മതി. അപ്പൊ തട്ടിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇഡലി പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തിളച്ച ശേഷം ഇതിലേക്ക് എണ്ണ തടവി വെച്ചിട്ടുള്ള തട്ട് വെച്ച് കൊടുക്കാം. തട്ടൊന്ന് ചൂടായ ശേഷമാണ് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത തട്ടും മുകളിൽ വെച്ച് കൊടുക്കാം. ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇഡലി വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. രണ്ടാമത്തെ തട്ടും എടുത്തു മാറ്റാം. ഇഡലി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തട്ടിൽ നിന്നും പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. തട്ടിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇഡലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ഓരോ ഇഡലി പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. പകുതിയോളം മാവ് കൊണ്ടാണ് ഞാൻ ഇത്ര ഇഡലി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശയോ ഇഡലിയോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇഡലി എത്രമാത്രം സോഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ ഒരു പ്ലേറ്റിലേക്ക് ഇഡലി വെച്ചു കൊടുക്കാം. ഇഡലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാമ്പാറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇഡലി ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. എത്രമാത്രം സോഫ്റ്റ് ആണ്. ഇതാ തൊടുമ്പം തന്നെ ഇതാ പൊട്ടി വരുന്ന കണ്ടില്ലേ, അത്രയും നല്ല സോഫ്റ്റ് ആണ് ഇഡലി. നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.